ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർ സ്പീഡിൻ്റെ ഫൈനിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൈവേയിൽ കാറുകൾ 80 km/h മുകളിലാണ് പോകുന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ 90 km മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരുന്നതാണ്. അപ്പോൾ ഈ ഫൈൻ നമുക്ക് കേരളത്തിനകത്തുള്ള വണ്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ MVDയുടെ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. പല രീതിയിലും നമുക്ക് MVDയുടെ സൈറ്റിലേക്ക് എത്താം. ഇന്നിപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള മെത്തേഡിലാണ് എങ്ങനെ നമ്മുടെ MVDയുടെ സൈറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിനകത്ത് കേരള MVD ഓൺലൈൻ ഫൈൻ പേയ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലിങ്കുകൾ വരും. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ്റെ ലിങ്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പേയ്മെൻറ്റിൻ്റെ പേജ് ഓപ്പണായി വരും. അതൊന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓൺലൈൻ സർവീസ് എന്നുള്ളത് ഒരു ഓപ്ഷൻ കാണാം. ഈ ഓൺലൈൻ സർവീസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ സർവീസിൽ ക്ലിക്ക് ചെയ്താൽ എഗെയിൻ അത് പുതിയ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ താഴേക്കൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഫൈൻ റെമിറ്റൻസ് ക്യാമറ സർവൈലൻസ് എന്നുള്ളതുണ്ടാവും. ഓക്കെ, അതിൻ്റെ മുകളിൽ തന്നെ വേറെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഫൈൻ റെമിറ്റൻസ് കേരള സർവൈലൻസ് കേരള പോലീസ് എന്നുള്ളത്. അത് ഡിഫറെൻ്റാണ്, ഇത് ഡിഫറെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഹൈവേയിൽ വെച്ചുള്ള ക്യാമറയാണ് നമ്മളെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫൈൻ റെമിറ്റൻസ് ക്യാമറ സർവൈലൻസ് എന്ന് നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ഒരു ലിങ്ക് തരും. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മുടെ MVDയുടെ വെബ്സൈറ്റിനകത്ത് കയറി വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഗോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, നമ്മുടെ വണ്ടിയുടെ പേരിൽ എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി വരും. അതായത് ഏത് മെത്തേഡിലാണ് ഇത് പെട്ടിട്ടുള്ളത്, അതായത് ഇങ്ങനത്തെ തരത്തിലുള്ള ക്യാമറയാണ് പെട്ടിട്ടുള്ളത്, നോട്ടീസ് നമ്പർ എന്താണ്, ഓണറിൻ്റെ പേരെന്താ, ലൊക്കേഷൻ, ഡേറ്റ്, ടൈം, എന്ത് തരം ഒഫൻസാണ്, ഏത് സെക്ഷനിലുള്ളതാണ്, എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നുള്ളത് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെലക്ട് എന്നുള്ളൊരു ചെക്ക് ബോക്സ് ഉണ്ട്. ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കും പൈസ അടയ്ക്കാൻ റെഡി അല്ലേ. അങ്ങനെ അപ്പോൾ നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനകത്ത് കൊടുക്കുന്നു. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ വരുന്നത് പിന്നെ പേ ത്രൂ നെറ്റ് ബാങ്കിങ് അല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ പേ ത്രൂ നെറ്റ് ബാങ്കിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ടൈപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് രണ്ടും ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ സബ്മിറ്റ് എന്നുള്ളത് അവിടെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് നേരെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ വിൻഡോയിലേക്കാണ് പോകുന്നത്. നമുക്ക് 5 രീതിയിൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാം. നെറ്റ് ബാങ്കിങ്ങും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നെറ്റ് ബാങ്കിങ് വഴിയാണ്. ഓക്കെ, അപ്പോൾ നെറ്റ് ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാങ്കെല്ലാം സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു GRN നമ്പർ കിട്ടും. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചിട്ട് നെറ്റ് ബാങ്കിങ്ങിനകത്തേക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അതിനകത്ത് എഴുതി വന്നിട്ടുണ്ടാകും 1500 രൂപ ഡിഡക്റ്റ് ചെയ്യാനുള്ളതാണെന്നുള്ളത്. അങ്ങനെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് സക്സസ്ഫുൾ എന്നുള്ളൊരു മെസ്സേജ് ഇതിനകത്ത് തന്നെ കാണിക്കുന്നതാണ്. വിത്തിൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ MVDയുടെ സൈറ്റിലും അത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. അതിനടിയിൽ പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസിപ്റ്റ് കിട്ടുന്നതാണ്. ഈ റെസിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്തേക്ക് വരിക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.